ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ 3 CPM നേതാക്കൾ ഇതിനോടകം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ നേതാവായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വരും, ഏറ്റവും വിശ്വസ്തനായ വാസു വരും, ഇന്നലെ അറസ്റ്റിലായ വിജയകുമാർ വരും. 3 പേർ അറസ്റ്റിലായി. പക്ഷേ പാർട്ടി നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നടപടിയെടുത്ത് അങ്ങനെ പത്രങ്ങൾ തലക്കെട്ട് എഴുതണ്ട എന്നുള്ളതാണ് അതിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ന്യായവും. അന്വേഷണം ശരിയായ ദിശയിലാണ്, കോടതിക്ക് യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായവും അന്വേഷണത്തെക്കുറിച്ചില്ല എന്ന് CPM അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണത്തെ സംബന്ധിച്ച് അന്വേഷണത്തിന് ചെന്നെത്താൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നും ഡി മണിയെ പോലുള്ള ആളുകളെ ചോദ്യം ചെയ്യൽ ഇന്നാണ് നടന്നത്. ചോദ്യം ചെയ്ത ആളുകളെ വിട്ടയച്ചിട്ടുണ്ട്. ഇതിനൊരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ വേണമല്ലോ. എടുത്ത സാധനം എവിടെ, അത് ഉരുക്കിയിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ബോധ്യമുണ്ട്. അപ്പോൾ ഇത് എവിടെ പോയി? ഇതിന് തൊണ്ടി പ്രധാനമാണല്ലോ ഈ കേസിൽ. അപ്പോൾ അവിടേക്ക് എത്താനുള്ള തടസ്സം എന്തായിരിക്കും? അവിടേക്ക് എത്താനുള്ള തടസ്സമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. ഇതിൻ്റെ ഒരു വിഹിതം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലും എത്തിയിട്ടുണ്ട് എന്ന് ബലമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം സ്വർണം കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വമാണ് കേരളത്തിൽ ഇന്നുള്ളത്. അവരുടെ മനസ്സിൽ പാവപ്പെട്ടവരുമില്ല, അവരുടെ മനസ്സിൽ കമ്മ്യൂണിസവുമില്ല, അവരുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവവുമില്ല. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഈ സ്വർണവും ഈ സ്വർണ്ണക്കള്ളത്തരവും ഈ സ്വർണ്ണ വിപ്ലവവും ഒക്കെയാണ്. അതുകൊണ്ട് അത് യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും വിചാരം കൊണ്ടുപോയ ദ്വാരപാലക ശില്പം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് ചെമ്പിൽ സ്വർണം പൂശി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, യഥാർത്ഥ ദ്വാരപാലക ശില്പവും അതുമായി ബന്ധപ്പെട്ട യോഗദണ്ഡ്, അതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നിന്ന് കടത്തിയിട്ടുള്ള പലതും അന്താരാഷ്ട്ര തലത്തിൽ അത് സർക്കുലേറ്റ് ചെയ്ത് ഒന്നുകിൽ പണം നേടിയിരിക്കുകയാണ്. ഇതിനൊക്കെ കോടികളുടെ വില ഉണ്ട്, കോടികളുടെ വില. എനിക്ക് നേരിട്ടറിയാം. വിഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് കോടികളുടെ വില. ആൻറ്റിക്, അത് ഇറ്റലിയിലും അതുപോലെ വിദേശത്തെ പല സ്ഥലങ്ങളിലും അതിന് വലിയ വിലയും അതിന് വലിയ വിലമതിപ്പും ഉള്ളതാണ്. അതുകൊണ്ട് ഈ സാധനം കൊണ്ടുപോയതല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ SITയുടെ കാര്യം നേരത്തെ സംസാരിച്ചല്ലോ. ഒരു കള്ള മുതൽ എങ്ങനെയാണ് അവിടെ കൊണ്ട് വെക്കുക? അത് SIT പെർമിഷനോട് കൂടി, കോടതിയുടെ പെർമിഷനോട് കൂടിയിട്ടാണോ? കാരണം അതൊരു മുതലാണ്, അതാണ് കളവ് മുതൽ. ആ കളവ് മുതൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുമോ, അവിടെ കൊണ്ട് വെക്കുമോ? അപ്പം തന്നെ ആ കേസിൻ്റെ ക്രെഡിബിലിറ്റി പോയില്ലേ, ആ കേസിൻ്റെ ബേസ് പോയില്ലേ? അത് നിൽക്കേണ്ട സ്ഥലം എവിടെയാ? കളവ് മുതൽ വെക്കേണ്ടത് എവിടെയാ? അപ്പം ദ്വാരപാലക ശില്പം അതെന്തുകൊണ്ട്, അതെവിടെ പോയി, അത് ആര് കൊണ്ടുപോയി, അതെങ്ങനെ മാറി വന്നു, അത് ഏത് രീതിയിൽ ഇവിടേക്ക് രണ്ടാമത് വെക്കാനുള്ള കാരണം എന്താ, അത് ഏതൊക്കെ അന്താരാഷ്ട്ര മേഖലയിൽ ചുറ്റി ഈ വക അന്വേഷണം നടക്കണമെങ്കിൽ? അതാണ് ഞാൻ പറഞ്ഞ അഭിലാഷേ, സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് തടഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, അത് തടഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. ഈ ആഭ്യന്തരമന്ത്രിയുടെ സ്വാധീനമില്ലാത്ത ഒരു അന്വേഷണം ഉണ്ടെങ്കിലേ അതിലേക്ക് പോകുകയുള്ളൂ കാര്യങ്ങൾ. അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര, അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല ഇതിനൊരു അന്താരാഷ്ട്ര തലമുണ്ട് എന്ന് പറഞ്ഞത്. ആ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ തടയപ്പെട്ടു. ആ മണിയല്ല ഈ മണി എന്ന് പറഞ്ഞ് അത് മാറ്റി. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് പോയി എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. അതിന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉണ്ടാവണം. അല്ലാതെ ഞാനും നിങ്ങളും ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇത് കണ്ടെത്താൻ പറ്റില്ല. ഈ അരുൺകുമാറിനെ മാതിരിയുള്ള ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ, വാസുവിൽ പോലും എത്തൂല, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിർത്തിയത് അവസാനിപ്പിക്കാനാ. ഞാൻ ചോദിക്കട്ടെ, ഈ പത്മകുമാർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അരുൺകുമാറിന് പറയാനുള്ളത്? ദൈവതുല്യരെന്ന് വിചാരിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദൈവതുല്യരെന്ന് വിചാരിക്കുന്നത് ആരാ? കമ്മ്യൂണിസ്റ്റുകാരന് ദൈവതുല്യം എന്ന് പറയുന്നത് ആരാ? കമ്മ്യൂണിസ്റ്റുകാരന് ദൈവതുല്യം എന്ന് പറയുന്നത് പിണറായി വിജയനോ കടകംപള്ളിയോ ആണ്. അതുകൊണ്ടാണല്ലോ ആ വാക്ക് വന്നത്. ഇതിനെക്കുറിച്ച് അരുൺകുമാറിന് എന്താ പറയാനുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൈവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ കടകംപള്ളി സുരേന്ദ്രനോ ആവണം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഇന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് അഭിലാഷിന് അറിയാലോ. ഇന്നത്തെ അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുവന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എന്ത് തീനികളാണ് പറഞ്ഞല്ലോ. അപ്പോ അദ്ദേഹം വളരെ കൃത്യമായി ചില സൂചനകൾ തരുന്നുണ്ട്. പത്മകുമാർ അയാൾ മാത്രം പെട്ടിരിക്കുന്നു എന്ന വിഷമത്തിൽ അയാൾ തരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അന്വേഷണം തടയപ്പെട്ടിരിക്കുകയാണ്.